പരിപാവനമായ റമളാൻ കഴിഞ്ഞ് പുണ്യമായ ശവ്വാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത്. ശവ്വാൽ മാസം ദുശ്ശകുനത്തിൻ്റെ മാസമല്ലേ? ശവ്വാൽ മാസത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ? ശവ്വാൽ മാസത്തിൽ വീട് കൂടാമോ? ശവ്വാൽ മാസത്തിൽ കല്യാണം ആലോചിക്കാമോ? ശവ്വാൽ മാസത്തിൽ പുതിയ വാഹനമെടുക്കാമോ? ഇങ്ങനെ ശവ്വാൽ മാസം എന്തോ ഒരു നഹ്സിൻ്റെ മാസമാണ്, കൊള്ളൂലാത്ത മാസമാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല. ശവ്വാൽ മാസം എന്തിനും നല്ല മാസമാണ്. അതെങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് ഓരോ ഹദീസും പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന മാസമാണ്. അപ്പോൾ പല ആളുകളും പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹജ്ജ് ചെയ്യാതെ, മക്കയിൽ പോവാതെ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലത്തൊരു പ്രതിഫലം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് അല്ലെ? കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം ശരിയാകുന്നില്ല, ഇങ്ങനെ നൂറ് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നു. വുളുവെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 3 വാചകമുള്ള ഈ ഒരു ദുആ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നത് കാണാൻ നിങ്ങൾക്ക് തന്നെ അല്ലാഹു തആല അവസരം തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കരുതേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ ശവ്വാൽ മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അള്ളാഹു എല്ലാം പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള മാസങ്ങളിലൊക്കെ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഈമാനികമായ ആവേശമൊക്കെ ചോർന്നു പോവാതെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൊരുത്തപ്പെട്ട നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രധാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ 6 നോമ്പ്, ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് നമ്മളൊരു 6 നോമ്പ് പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് വലിയൊരു ഖൈറാണ്, അത് വലിയൊരു ബറക്കത്താണ്, ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. കഴിയുന്നവർ ഇൻഷാ അല്ലാഹ് അതൊന്ന് പിടിച്ചാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ശവ്വാൽ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കൂടി നമുക്ക് ഇതിൽ ഖളാ വീട്ടാം. ആ ഒരു നിയ്യത്ത് കൂടി വെക്കണം. റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കാവുന്നതാണ്. ശവ്വാൽ മാസം അത് വളരെ ശ്രേഷ്ഠതയുള്ളൊരു മാസമാണ്. ഉസ്താദേ, റമദാൻ കഴിഞ്ഞ ഉടൻ തന്നെയല്ലേ ഈ ശവ്വാൽ? ശവ്വാൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല മാസമാണോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് അതെത്ര പറഞ്ഞു കൊടുത്താലും പണ്ടാരോ പറഞ്ഞു ശവ്വാൽ കൊള്ളൂല എന്ന് ആ ഒരു ചിന്തയാണ് ഇപ്പോഴും ഉള്ളത്. പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിൻ്റെ 10ാമത്തെ മാസമാണ് ശവ്വാൽ മാസം. നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ പറ്റിയ ഒരു ഖൈറായ ഒരു മാസമാണ് ശവ്വാൽ മാസം എന്നുള്ളത്. അതായത് 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹുലേക്ക് അടിമകൾ കൂടുതൽ അടുത്തടുത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തൊക്കെ നേടി ഭൂമിയിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ ഒരു പുണ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധമായ ശവ്വാൽ മാസം വരുന്നത്. ശവ്വാൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ ശവ്വാലിലാണ്. 30 ദിവസം 29 ദിവസം നോമ്പ് പിടിച്ചിട്ട് അല്ലാഹു തആല നോമ്പിൽ നിന്നുള്ള വിരാമമായി നമുക്ക് പെരുന്നാൾ തന്നിരിക്കുന്നു, ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ. ആ ഈദുൽ ഫിത്ർ ഉള്ളത് ശവ്വാൽ മാസത്തിലാണ്. ശവ്വാൽ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം തന്നെ എന്താണ്? ഈ ശവ്വാൽ മാസത്തിൻ്റെ പ്രഥമ ദിവസം ശവ്വാൽ 1-നാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ്. പിന്നെ ഒരുപാട് നേട്ടമുണ്ട്. ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഹാജിമാർ നടത്തുന്ന മാസങ്ങളിൽ പെട്ടതാണ് ശവ്വാൽ മാസം, ദുൽഖഅദ് മാസം. ഇപ്പോൾ എത്രയോ പേരാണ് റമദാനിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട്, ഉസ്താദ് ദുആ ഇറക്കണം, ശവ്വാലിൽ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ശവ്വാലിൽ പൈസ അടക്കണം, അങ്ങനെ എത്രയോ ആളുകളാണ്. അപ്പോൾ ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയുക, ഹജ്ജിന് വേണ്ടിയുള്ള ആ ഒരു ചിന്തയും ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം. മാത്രമല്ല ഇരു ഹറമുകളിലും ഹാജിമാരെ സ്വീകരിക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴേ ഹറമിൻ്റെ കൈകാര്യകർത്താക്കൾ ഒരുങ്ങുന്ന ഒരു മാസം കൂടിയാണ് ശവ്വാൽ മാസം. അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ശവ്വാൽ മാസം. ഏത് നല്ല കാര്യം നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു മാസമാണ്. പിന്നെ എല്ലാ മാസത്തിലും ഉണ്ടാകുമെന്ന് ചില ദിവസങ്ങൾ, നഹ്സിൻ്റെ ദിവസങ്ങൾ, അതൊക്കെ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, എല്ലാ അറബി മാസത്തിന്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് കുറച്ച് അല്പം ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ്, അന്ന് നിങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലതെന്ന് നബി തങ്ങളുടെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ മറ്റ് ചില ദിവസങ്ങളുണ്ട്, അത് ശവ്വാൽ എന്നല്ല എല്ലാ മാസത്തിലും. ഇപ്പോൾ അത് മുഹറം ആവട്ടെ, റമദാൻ ആവട്ടെ, ശവ്വാൽ ആവട്ടെ, ദുൽഖഅദ ആവട്ടെ, ദുൽഹിജ്ജ ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ അറബി മാസത്തിലും ചില ദിവസങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അള്ളാഹുവാണ് ദിവസങ്ങളൊക്കെ സൃഷ്ടിച്ചത്, കാലങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്തുട്ട് നഹസ്, ആരാ പറഞ്ഞ നഹസ് ഉണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞു തന്ന രീതി നമുക്ക് അവലംബിച്ചാൽ മതി. അപ്പോൾ ചില ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില ബറക്കത്ത് കുറവ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില യാത്ര പോകുമ്പോൾ ചില സ്ഥലത്ത് നബി തങ്ങൾ ഇറങ്ങൂല. നമുക്ക് ഇവിടെ ഇറങ്ങാം, നമുക്ക് അപ്പുറത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ചപ്പുറം നിൽക്കാം. നബി തങ്ങളും സ്വഹാബിമാരും ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്. ആ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് രാത്രി തമ്പടിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വേഗത്തിൽ നബി തങ്ങൾ സ്വഹാബിമാരോട് എണീക്കാൻ പറഞ്ഞു, എണീറ്റ് നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, എന്താ നബിയെ, സാധാരണ നമ്മൾ ഒരു സ്ഥലത്തിറങ്ങിയാൽ അവിടെ കുറേ നേരം വിശ്രമിച്ചിട്ടൊക്കെയാണല്ലോ പിന്നെ യാത്ര തുടങ്ങുന്നത്, ഇതെന്താ സംഭവം? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, മുൻകാല സമുദായങ്ങളിൽപ്പെട്ട ചില ആളുകളെ അല്ലാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണിത്, അതുകൊണ്ട് ഇതിൽ അല്പം ബറക്കത്ത് കുറവുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നബി തങ്ങൾ വേഗത്തിൽ പോകുമായിരുന്നു. ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കരുത്, കാരണം എന്താ, അത് ബറക്കത്ത് കുറഞ്ഞ സ്ഥലമാണ്, അത് പിശാചിന്റെ സ്ഥലമാണ്. പിന്നെ അതുപോലെ ചൊവ്വാഴ്ച ദിവസം അതൊരല്പം ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ്, എന്ന് വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല, ഒരല്പം ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചു അന്ന് തന്നെ വേണം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം, ഇപ്പം മകളുടെ കല്യാണം വന്നു, ഈ ശവ്വാൽ മാസത്തിൽ തന്നെ ചില ദിവസങ്ങൾ നഹ്സുണ്ട്. ശവ്വാൽ 2, 3, 5, 16, 21, 24, 25 അങ്ങനെ ചില ദിവസങ്ങൾ എന്തുണ്ട്, നഹ്സുണ്ട്. 26 ഉൾപ്പെടെ ചില ദിവസങ്ങൾ നഹ്സായ ദിവസമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ദിവസങ്ങൾ നമ്മൾ റമദാന് മുമ്പേ തീരുമാനിച്ചു വെച്ചതാണ് നമ്മുടെ മകളുടെ കല്യാണം. അപ്പോൾ അത് ശവ്വാൽ 25-നാണ് അല്ലെങ്കിൽ 26-നാണ്. നമ്മൾ അന്ന് അറബി ഡേറ്റ് നോക്കിയില്ല, നമ്മൾ ഈ ഓഡിറ്റോറിയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നോക്കി വെച്ചതാ. അപ്പോൾ ഉസ്താദ് ഇനി എന്ത് ചെയ്യും, ഞങ്ങൾക്കത് മാറ്റാൻ പറ്റൂല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അള്ളാഹു തീരുമാനിച്ചത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ അന്നത്തെ സുബ്ഹി നമസ്കാരം ഒക്കെ നല്ല കൃത്യമായി നിസ്കരിച്ച് അള്ളാഹുലേക്ക് തവക്കുലാക്കുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധമായ ശവ്വാൽ മാസം അതൊരു നഹ്സിന്റെ മാസമാണ്, അതൊന്നും കൊള്ളൂലാത്ത മാസമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് നന്മകൾ ഇസ്ലാമിൽ കിട്ടിയിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശവ്വാൽ മാസത്തിലാണല്ലോ ഉഹദ് യുദ്ധം നടക്കുന്നതും മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതും കൊല്ലപ്പെടുന്നതും ഷഹീദാക്കപ്പെടുന്നതും ഈ ഒരു മാസത്തിലാണല്ലോ. അതുപോലെ മരണപ്പെട്ടവരെടുത്തു നോക്കി ഇമാം ബുഖാരി തങ്ങൾ, ഇമാം റാസി, ഇമാം ദാറഖുത്നി, ഇമാം തുബരി, ഇമാം അബൂദാവൂദ്, അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെട്ട ഒരുപാട് മഹത്തുക്കൾ, സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ, അല്ലെ, വലിയ ശ്രേഷ്ഠത ഉള്ള ആളാണ് ഈ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ. എൻ്റെ മഹല്ലായ, എൻ്റെ നാടായ വടുതല കോട്ടൂർ പള്ളി, ആ പള്ളി നിർമ്മിച്ചത് മഹാനവറുകളാണ്. അതുപോലെ നെട്ടൂർ പള്ളി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വടക്കനോത്ത് പള്ളി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ മഹാനവറുകളുടെ ആണ്ട് കഴിഞ്ഞ ദിവസം നടന്നു. മഹാനവറുകളുടെ ഖബർ ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലാണ്. അവിടെ വലിയ ഗംഭീരമായി മഹാനവറുകളുടെ ആണ്ട് നേർച്ചയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് മഹത്തുക്കൾ, ഈ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഈ ടിപ്പു സുൽത്താനൊക്കെ. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഒരു പടയാളിയുണ്ട്, മൂപ്പരൊക്കെ ഇതെന്താണ്, സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളുടെ ശിഷ്യന്മാരായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അതുപോലെ തന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, നമ്മളെല്ലാവരുടെയും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത, അല്ലെങ്കിൽ പേര് കേട്ടാൽ പരിചയമില്ല എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിൽ മഷ്ഹൂറായ പ്രസിദ്ധനായ ആളാണല്ലോ മഹാനായ CM വലിയുല്ലാഹി മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരുടെ ആണ്ടൊക്കെ ഉള്ളത് ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് ശവ്വാൽ മാസം. ശവ്വാൽ മാസത്തിൽ വീട് കൂടാൻ പറ്റുമോ, വീട് പണിയാൻ പറ്റുമോ, വീട് കുറ്റിയടിക്കാൻ പറ്റുമോ, മക്കൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നിക്കാഹുമായി ബന്ധപ്പെട്ട് പറ്റിയ മാസമാണ് ശവ്വാൽ മാസം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആയിഷ ബീവിയുടെയും നിക്കാഹ് നടന്നത് പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. ഇമാം മുസ്ലിം തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തതും അതുപോലെ തന്നെ വീട് കൂടിയതും
ശവ്വാൽ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവിടുത്തെ ഭാര്യമാരിൽ ഏറ്റവും സൗഭാഗ്യം കിട്ടിയത് എനിക്കാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ അത് നിക്കാഹിനും അതുപോലെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്നതിനൊക്കെ പറ്റിയ മാസമാണ് ശവ്വാൽ മാസം. ശവ്വാൽ മാസം നിക്കാഹ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ശവ്വാൽ മാസത്തിൽ ഒരു നല്ല കാര്യം തുടങ്ങാൻ പാടില്ല, ശവ്വാൽ മാസത്തിൽ ഒരു നല്ല കാര്യത്തിൽ നമ്മൾ മുതിരാൻ പാടില്ല, ഒരു നല്ല കാര്യം ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും നടന്നിരുന്നത് ഈ ശവ്വാൽ മാസവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യകാലങ്ങളിൽ ശവ്വാൽ മാസത്തിൽ ത്വാഊൻ പ്ലേഗ് രോഗം ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും. അതുകൊണ്ട് ഈ ശവ്വാൽ മാസം പ്ലേഗ് രോഗത്തിന്റെ മാസമാണ്, അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത്, ഈ ശവ്വാൽ മാസത്തിൽ നല്ല കാര്യമൊന്നും ചെയ്യാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, വീട് താമസം നടത്താൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അത് ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന മാസമാണ്, അതുകൊണ്ട് ഹജ്ജാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതുകൊണ്ട് വീട് കൂടലല്ല, അതുകൊണ്ട് വീട് കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് ചില തെറ്റിദ്ധാരണയുണ്ട്. അതൊന്നും ശരിയല്ല. പിന്നെയോ ശവ്വാൽ എന്ന പദത്തിന്റെ അർത്ഥം ഇശാലത്ത്, ഉയരുക എന്നതാണ്. അതുകൊണ്ട് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ നന്മകൾ ഉയർന്നു പോകുന്ന മാസമാണ്, തിന്മകൾ ഇറങ്ങുന്ന മാസമാണ്, അതുകൊണ്ട് ഈ മാസത്തിൽ നന്മയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം തള്ളിക്കളയുന്ന ഒരു സംഭവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും നിക്കാഹ് നടന്നതും അവരുടെ വീടുകൂടൽ നടന്നതും കൂട്ടിക്കൊണ്ടുവരലൊക്കെ നടന്നത് എന്നാണ് പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. അതുകൊണ്ട് ശവ്വാൽ മാസത്തിന് ഒരു പ്രശ്നവുമില്ല. ഈ ശവ്വാൽ മാസത്തെ പറ്റി മോശം പറയുന്ന ആളുകൾക്കാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് വീടുകൂടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എല്ലാ മാസത്തിലും ഉണ്ട് ചില മോശപ്പെട്ട ദിവസങ്ങൾ, അല്ലെങ്കിൽ എന്താ നഹ്സുള്ള ദിവസങ്ങൾ. അന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മൾ കൃത്യമായ സുബഹി നമസ്കാരം നമസ്കരിക്കുക, പുരുഷന്മാർ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക, ഖളാ ആക്കാതിരിക്കുക. എന്ത് കാര്യമാണോ അന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും ഉണ്ടാവാൻ സൂറത്ത് യാസീൻ ഓതുക. അതുപോലെ തന്നെ നമ്മൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ. ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം. ഇതൊക്കെ എന്താണ്? ഒരു ഷർറുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അപലക്ഷണം ഉണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയാൻ, തട്ടിമാറ്റാൻ പറ്റിയ ചില ദിക്റുകളും ദുആകളുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിനും പറ്റിയൊരു മാസമാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു സന്തോഷത്തിന്റെ മാസമാണ് ശവ്വാൽ. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളല്ലോ ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ എന്നവർ ചിന്തിക്കുന്ന ഒരു മാസമാണ്. അൽഹംദുലില്ലാഹ്, ഈ പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ തന്നെ എത്രയോ ഉമ്മമാരാ നമ്മുടെ കമൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്, ഉസ്താദെ ഞങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ട് ഈ പ്രാവശ്യം, അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പ്രത്യേക ഉസ്താദ് ദ്വാരക്കണം എന്നൊക്കെ പറയുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആരക്കണം. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആരക്കുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ല എങ്കിൽ, അപ്പോൾ ഒരു സഹോദരന്റെ അഭാവത്തിൽ നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ വേഗത്തിൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്നിട്ട് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കണം. ഇപ്പോഴേ ദുആ വസിയത്ത് പറയുകയാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ഈ ഹജ്ജിനൊക്കെ പോകാൻ, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല, എന്താ ചെയ്യുന്നത്? ഹജ്ജിന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഹജ്ജിന് പോയതുപോലെ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തവൻ്റെ കൂലി കിട്ടുന്നത് പോലെ ഒരു കൂലി കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹത്തുക്കൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവനിക്കൊരു ഹജ്ജ് ചെയ്തത് പോലത്തൊരു പ്രതിഫലം അല്ലാഹു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം. എന്താണ്? മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്താൽ, അവരുടെ ഖബറുകൾക്ക് ചെന്ന് സിയാറത്ത് ചെയ്താൽ, എപ്പോൾ? വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ സിയാറത്ത് ചെയ്താൽ കാന കഹജ്ജ, അവൻ ഹജ്ജ് ചെയ്തവരെ പോലെയാണെന്നും ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങളുണ്ട്. ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് മഹത്വമുള്ള കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുക. സ്ത്രീകൾ പറയും, ഞങ്ങൾക്കിപ്പോൾ സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റുമോ? മാതാപിതാക്കളുടെ ഖബറെടുക്കൽ പോകണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ദുആ ചെയ്യാമല്ലോ. അങ്ങനെ ദുആ ചെയ്താൽ മതി ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റിയൊരു മാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ വീട് പണി നടക്കുന്ന ആളുകളുണ്ടെന്ന് പറയും. വീട് പണി നടക്കുന്ന ആളുകൾ മകളുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അത് ഹൈറായി നടക്കാൻ വേണ്ടി ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മുറാദ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു ആവശ്യം വെച്ചിട്ടുണ്ട്. അത് വേഗത്തിലും ഹൈറിലുമായി തീരാൻ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ പറഞ്ഞു തരാം. ഏതാ ദുആ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദുആയാണ്. ഇതെപ്പോഴാണ് പറയേണ്ടത്? നമ്മൾ വുളു എടുക്കുന്നതിൻ്റെ ഇടയിൽ പറയണം. വുളു എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ അത് പറയും. പിന്നെ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ ദിക്ർ പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ മുഖം കഴുകുന്ന സമയത്തും കൈ കഴുകുന്ന സമയത്തും തല തടകുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തൊക്കെ ഈ ദുആ നിങ്ങൾ പതിവാക്കണം. ഏതാണ്? ഒരു ചെറിയ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സി ലി ഫീ ദാരി. ഇതാണ് ആ ദുആ. വളരെ പെർഫെക്റ്റ് ആയ ഒരു ദുആയാണ്. ഈ വീട് പണിയൊക്കെ നടത്താനാകും, അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ 100 എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ വലിയൊരു ശിഫ കിട്ടുന്ന ഒരു ദുആയാണിത്. നമ്മൾ പറയേണ്ടത് എപ്പോഴാണ്? വുളു എടുക്കുന്ന സമയത്താണ്. വുളു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അമലാണ്, മലക്കുകളുടെ കാവൽ കിട്ടുന്ന ഒരു അമലാണ്. അപ്പോൾ ആ ഒരു അമൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ദുആ പറയുക. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സി ലി ഫീ ദാരി. അങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അല്ലാഹു എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ ജീവിത വിഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് തരണം. വവസ്സി ലി ഫീ ദാരി, അല്ലാഹു എൻ്റെ വീട്ടിൽ നീ വിശാലത ചെയ്യണം. അതാണ് ആ ദുആന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സി ലി ഫീ ദാരി. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സി ലി ഫീ ദാരി. ഇതാണ് ആ ദുആ. ചെറിയൊരു ദുആയാണ്, അതുകൊണ്ട് ഈ ദുആ മറന്നു പോവണ്ട. അല്ലാഹു തആല ഈ ദുആ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം അത് നല്ല മാസമാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ ശവ്വാൽ മാസത്തിൽ നമുക്ക് നല്ല കാര്യം ചെയ്യാം. പിന്നെ ചില ദിവസങ്ങൾ നഹ്സുണ്ട്, ആ കാര്യങ്ങൾ സൂക്ഷിക്കുക. അന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അറിയാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞ് അള്ളാഹിനെ തവക്കുലാക്കിയിട്ട് വേണം എന്ത് നല്ല കാര്യമാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇറങ്ങാൻ. ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അവസാനം ഒരു ദുആ പറഞ്ഞിട്ടുണ്ട്, ആ ദുആ പ്രാവർത്തികമാക്കുക. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ദിക്റും സ്വലാത്തും ദുആയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തന്നെ നമ്മുടെ ജീവിതം ദുനിയാവിലും വിജയിക്കും, ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും വിജയിക്കും. അല്ലാഹു തആല ഈ ശവ്വാൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. അല്ലാഹു തആല അവൻ്റെ സഹായം എപ്പോഴും നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഒരുപാട് പേർ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആ രക്കുന്നുണ്ട്. അല്ലാഹു ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.